Welcome to Plant Sapiens. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്തൊക്കെയാണെന്നാണ്. അതിൽ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻഡോസ്പേമും ആണ് ഈ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ ഞാൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ വരെയുള്ള ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഫെർട്ടിലൈസേഷൻ വരെയുള്ള ഇവന്റ് ആണ്. അപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം എന്താണ് മാറ്റം സംഭവിക്കുന്നത്, അതിനാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറയുന്നത്. അതിൽ എൻഡോസ്പേമിന്റെയും എംബ്രിയോയുടെയും ഡെവലപ്മെന്റ് ഉണ്ട്. സോ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ടോട്ടലി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന സൈഗോട്ട് ഉണ്ടാകുന്നുണ്ട്, എംബ്രിയോ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഫിഗർ എടുത്ത് നോക്കിയാൽ പോളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുന്നത്, ഒരു ട്രിപ്ലോയിഡ് ആയിട്ടുള്ള PEN പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അമീൽഗമേറ്റ് രണ്ട് പോളാർ ന്യൂക്ലിയസുമായിട്ട് ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നിട്ട് PEN ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു അമീൽഗമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു ടൈം തന്നെ അവിടെ ആ ഒരു ഒവ്യൂളിന്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഒവ്യൂളിന്റെ എംബ്രിയോസ് ഒക്കെ മാത്രമാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ ഒവ്യൂൾ പറയുമ്പം അതിൽ ഓവറിയുടെ ഉള്ളിലാണ് നമ്മുടെ ഒവ്യൂൾ കാണുന്നത്. ആ ഒവ്യൂളിന്റെ ഉള്ളിൽ ഇന്റഗ്യുമെന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ഒരു എംബ്രിയോ സാക്കിന് ചുറ്റും ഇന്റഗ്യുമെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. സോ ഈ ഓരോന്നും ഏതായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുക. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നത് ആ ഒരു പ്ലാന്റിന്റെ ഓവറിയാണ്. ഒവ്യൂൾ എന്തായിട്ട്, ഓവറിയുടെ ഉള്ളിൽ കാണുന്ന ഒവ്യൂൾസ് അതിന്റെ സീഡായിട്ട് മാറും. ദെൻ ഒവ്യൂളിൽ കാണുന്ന ഇന്റഗ്യുമെന്റ് ആണ് സീഡിന്റെ കോട്ടായിട്ട് മാറുന്നത്. ദെൻ നമ്മൾ ഫെർട്ടിലൈസേഷൻ വഴി നടന്നിട്ടുണ്ടാകുന്ന സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ദെൻ PEN പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ടാണല്ലോ കാണുന്നത്, അത് പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറും. ആ സെല്ലിൽ നിന്നാണ് എൻഡോസ്പേം ഉണ്ടാകുന്നത്. ഓക്കെ, ആ എൻഡോസ്പേം ഉണ്ടാകുമ്പം 3 ടൈപ്പ് എൻഡോസ്പേം ആയിട്ടാണ് അവ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്നത്. ആ 3 ടൈപ്പ് എൻഡോസ്പേം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അവയുടെ ഡിവിഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഓക്കെ, എൻഡോസ്പേം ഡെവലപ്മെന്റ്. ഒന്നാമത് പഠിക്കേണ്ടത്, എൻഡോസ്പേം ഡെവലപ്മെന്റിന്റെ സമയത്ത് സൈറ്റോകൈനസിസ് എല്ലാത്തിലും നടക്കുന്നില്ല. ആദ്യം ന്യൂക്ലിയസ് മാത്രം, കാരിയോകൈനസിസ് ആണ് നടക്കുന്നത്. സോ എൻഡോസ്പേം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഈ ഒരു എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോന് നറിഷ്മെന്റ്, ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻഡോസ്പേം അവിടെ ഡെവലപ്പ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എൻഡോസ്പേം ഡെവലപ്പ് ബിഫോർ എംബ്രിയോ ആൻഡ് ദ എൻഡോസ്പേം പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഇനി ഒരു എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാ, PEN പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പേമിന് പലതരത്തിലുള്ള ഡിവിഷൻ നടന്നിട്ട് പ്രൈമറി എൻഡോസ്പേം സെല്ലാകുന്നു. ആ സെല്ലാണ് എൻഡോസ്പേം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്പും ഈ ഒരു ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. ആ പേര് തന്നെ ഉണ്ട്, അവിടെ എന്തോ ഒരു ഡിവിഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഏതിന് മാത്രമേ ഡിവിഷൻ നടക്കുന്നുള്ളൂ, സൈറ്റോകൈനസിസ്, സൈറ്റോപ്ലാസത്തിൽ അവിടെ ഡിവിഷൻ നടക്കുന്നില്ല. ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്തിട്ട് കുറേ ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു പിക്ചർ വരച്ചാൽ ലാസ്റ്റ് കിട്ടുന്ന ഫിഗർ എങ്ങനെയാണ് ഉണ്ടാകുക, ഇങ്ങനെയൊരു ഉണ്ടാകും. ഇവിടെ കുറേ ന്യൂക്ലിയസ് അവിടെ ഇവിടെ ആയിട്ട് ന്യൂക്ലിയസ് ഇങ്ങനെ ഉണ്ടാവും. അവിടെ സെല്ല് ഡിവിഷൻ നടക്കുന്നില്ല, സൈറ്റോകൈനസിസ് അവിടെ നടക്കുന്നില്ല. ന്യൂക്ലിയർ ഡിവിഷൻ മാത്രമേ ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ കോക്കനട്ട് വാട്ടർ ഇല്ലേ, ഇളനീര് എന്ന് പറയുന്ന ആ ഒരു കോക്കനട്ട്, ഇളനീരിലുള്ള തേങ്ങാ വെള്ളം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, തേങ്ങയിലുള്ള ആ ഒരു പോർഷൻ അതിൻ്റെ എൻഡോസ്പേം ആണ്. അത് ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജിലുള്ള എൻഡോസ്പേം ആണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെല്ലുലാർ എൻഡോസ്പേം ആണ്. അപ്പൊ സെല്ലുലാർ, ഇവിടെ ആ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സെല്ലുലാർ എന്ന് പറയുമ്പോൾ അവിടെ സൈറ്റോകൈനസിസും നടക്കുന്നുണ്ട്, ന്യൂക്ലിയസിന്റെ ഡിവിഷനും നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം അവിടെ
മൈറ്റോട്ടിക് ഡിവിഷൻ ടേക്സ് പ്ലേസ് ടു PEC. പ്രൈമറി എൻഡോസ്പേം സെല്ലിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ന്യൂക്ലിയസിന്റെ ഡിവിഷന്റെ കൂടെ തന്നെ സെല്ലും ഡിവൈഡ് ചെയ്തിട്ട് കുറേ പാർട്ടീഷൻ, ക്രോസ് വാളിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ സെൽ വോൾ ഫോർമേഷൻ നടന്നിട്ട് കുറേ ക്രോസ് വോൾ ആയിട്ട് മാറും. ഓക്കെ, ക്രോസ് വോൾ ഫോർമേഷൻ നടന്നിട്ട് സെല്ലും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറേ സെല്ലിന്റെ ഡിവിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് സെല്ലുലാർ എൻഡോസ്പേം ആണ്. കുറേ സെൽസ് ഉള്ള എൻഡോസ്പേം. നമ്മൾ തേങ്ങാ വെള്ളം എന്ന് പറയുന്നത് കോക്കനട്ട് വാട്ടർ ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജ് ആണെങ്കിൽ അതിന് ചുറ്റും കാണുന്ന വൈറ്റ് എഡിബിൾ പാർട്ട്, നമ്മൾ തേങ്ങ എന്ന് പറയുന്ന ആ ഒരു വൈറ്റ് എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ സെല്ലുലാർ എൻഡോസ്പേം ആണ്. ഓക്കെ, ഈ ഒരു പോർഷൻ പിക്ചറിൽ ഇത് സെല്ലുലാർ എൻഡോസ്പേം, ന്യൂക്ലിയർ എൻഡോസ്പേം. ഇത് നമ്മുടെ വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ എൻഡോസ്പേം. ഇപ്പൊ 2 എൻഡോസ്പേമിന്റെ ടൈപ്പ് പഠിച്ചു. ഇനി മൂന്നാമത് ഒരു എൻഡോസ്പേം എന്ന് പറയുന്നത് ഹെലൂബിയൽ എൻഡോസ്പേം ആണ്. ഹെലൂബിയൽ എൻഡോസ്പേം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് രണ്ടിന്റെയും നടുക്കുള്ള ഒരു എൻഡോസ്പേം ആണ്. അതായത് ഇവിടെ മോണോകോട്ടിലാണ് ഇത് മെയിൻലി നടക്കുന്നത് കേട്ടോ. ഗ്രാസ് ഫാമിലിയിലൊക്കെ നടക്കും. ഇനീഷ്യലി അവിടെ സെല്ലുലാർ ഡിവിഷൻ ആണ് നടക്കുക. ഇനീഷ്യലി സെല്ലുലാർ ഡിവിഷൻ നടന്നതിന് ശേഷം ഫോളോഡ് ബൈ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ. 2 ഡിവിഷൻ നടക്കുന്നുണ്ട്. ആദ്യം സെല്ല് ഡിവൈഡ് ചെയ്യും. സെല്ല് ഡിവൈഡ് ചെയ്തതിന് ശേഷം പിന്നെയും ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. അതാണ് ഇന്റർമീഡിയറ്റ് ആണ്. സെല്ലുലാറിന്റെയും ന്യൂക്ലിയറിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് ഹെലൂബിയൽ. ഇനി 3 ആ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ന്യൂക്ലിയർ ആണ്. ഇതാണ് ഒരു എംബ്രിയോ എൻഡോസ്പേം എങ്കിൽ എൻഡോസ്പേമിന്റെ ന്യൂക്ലിയസ് മാത്രം ഒന്ന് ഡിവൈഡ് ചെയ്ത് 2ആയി മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് കേട്ടോ. അത് പിന്നീട് പല ന്യൂക്ലിയസ് ആയിട്ട് ഫ്രീ ന്യൂക്ലിയർ ആയിട്ട് ഈ ഒരു സെല്ലിന് ചുറ്റും ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഇതിനെയാണ് ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജ്. ഇവിടെ സെല്ലിന്റെ ഡിവിഷൻ ഇല്ല, സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. സെല്ലുലാർ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ആദ്യം ജസ്റ്റ് 2 ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ സമയത്ത് തന്നെ സെല്ലുലാർ ഫോർമേഷൻ, സെല്ലുലാർ ആണ്, അത് സെൽ വോളിന്റെ ഫോർമേഷൻ നടന്നിട്ട് കുറേ പാർട്ടീഷൻ, സൈറ്റോകൈനസിസും അവിടെ നടക്കുന്നുണ്ട്. ഇനി ഹീലോബിലാണെങ്കിലോ ആദ്യം ഈ ഒരു എൻഡോസ്പേമിൽ 2 സെല്ലായിട്ട് മാറുന്നുണ്ട് അല്ലേ. അതായത് സെല്ലുലാർ ഡിവിഷൻ നടന്നിട്ട് ആ 2 സെല്ലിലും ന്യൂക്ലിയസ് ഉണ്ടാവല്ലോ. ആ ന്യൂക്ലിയസിന് കുറേ ഡിവിഷൻ, മെയിൻലി ഏതെങ്കിലും ഒരു സെല്ലിനാണ് ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജ് നല്ല രീതിയിൽ നടക്കുന്നത്. മുകളിലുള്ള സ്റ്റേജിൽ നല്ല രീതിയിൽ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നിട്ട് 2നും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറും. സോ ഇതാണ് ഹെലൂബിയൽ, ന്യൂക്ലിയർ, സെല്ലുലാർ എന്നീ 3 ടൈപ്പ് എൻഡോസ്പേം. എങ്ങനെയാണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ആണ് പഠിക്കുന്നത്. താങ്ക് യു.